നിനക്കിഷ്ടമില്ലാത്ത ആളുകളൊക്കെ ഇല്ലേ? അവരൊക്കെ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ ഒരു ഡിറ്റക്റ്റീവിൻ്റെ സൂക്ഷ്മതയോടെ അവരുടെ പിന്നാലെ നടന്നിട്ടുണ്ടോ? കുറ്റം ആരോപിക്കാൻ പഴുതു നോക്കി നടക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലെ ഫരിസേയരെ പോലെ ആവും. ഈശോ ഒരു സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കുന്നു. അവിടെ ഒരു രോഗിയുണ്ട്. ഈശോ അവനെ സുഖപ്പെടുത്താൻ എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതവൻ ചെയ്യുന്നുണ്ടോ എന്നറിയാൻ അവനെ ഉറ്റുനോക്കിയിരിക്കുവാണ് ഫരിസേയർ. അങ്ങനെ ചെയ്താൽ അവനിൽ സാബത്തിൽ രോഗശാന്തി കൊടുത്തു എന്നൊരു കുറ്റം ആരോപിക്കാൻ പറ്റും. എന്തൊരു കഷ്ടമല്ലേ? പക്ഷെ നമ്മളും ഇത് ചെയ്യാറുണ്ട്. ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ നിർത്തണം. അതിനൊരു കാരണം കൂടിയുണ്ട്. കുറ്റം കണ്ടുപിടിക്കാൻ നടക്കുന്നവർ ഒരിക്കലും സംതൃപ്തരാവില്ല. മനസ്സ് തുറന്ന് ചിരിക്കാനൊന്നും അവർക്ക് പറ്റില്ല. അവസാനം ഈശോ ആ മനുഷ്യനെ സുഖപ്പെടുത്തും. എന്നിട്ട് ഫരിസേയരോട് ചോദിക്കും, സാബത്തിൽ നന്മ ചെയ്യുന്നതല്ലേ നല്ലത്? അവർ മറുപടി ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്, ഗൂഢാലോചന. ഈശോയെ എന്തു ചെയ്യണമെന്ന് അവർ പരസ്പരം ആലോചിക്കുന്നു. ഗൂഢാലോചന ഒരു വൾഗർ വാക്കാണ്, വൃത്തികെട്ട വാക്ക്. പക്ഷെ എല്ലാ ഇടങ്ങളിലും അത് നടക്കുന്നുണ്ട്. അയൽവക്കങ്ങളിലും ബന്ധുക്കാരുടെ ഇടയിലും സന്യാസ ഭവനങ്ങളിലും രൂപതകളിലും ഇടവകളിലും ഒക്കെ വേണ്ടത് ആലോചനയാണ്. ആളുകൾ ഒരുമിച്ചിരുന്ന് എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും എന്ന ആലോചന. ഗൂഢാലോചന നശിപ്പിക്കാൻ വേണ്ടിയാണ്, വളർച്ച മുരടിപ്പിക്കാൻ വേണ്ടിയാണ്, എല്ലാം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയാണ്. ഇന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ചെറുതോ വലുതോ ആവട്ടെ, ഒരു ഗൂഢാലോചനയിലും ഞാൻ പങ്കാളിയാവില്ല എന്ന്.